കരൂർ ദുരന്തത്തിൽ തന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന TVK വാദം തള്ളി DMK നേതാവും MLAയുമായ സെന്തിൽ ബാലാജി. കൃത്യസമയത്ത് വിജയ് എത്തിയിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് സെന്തിൽ ബാലാജി ചൂണ്ടിക്കാട്ടി. റാലിയിൽ സകല നിയന്ത്രണങ്ങളും ലംഘിക്കപ്പെട്ടെന്നും സെന്തിൽ ബാലാജി പറഞ്ഞു. അതിനിടെ തമിഴക വെട്രി കഴകം ജനറൽ സെക്രട്ടറി L ആനന്ദിനെ പിടികൂടാൻ 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടങ്ങി. കരൂർ അപകടത്തിന് പിന്നിൽ തന്റെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച TVKക്ക് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടിയാണ് സെന്തിൽ ബാലാജി മറുപടി നൽകിയത്. ജനറേറ്റർ ഓഫ് ചെയ്തത് DMK-കാരല്ല. അപകടം നടന്നയുടൻ ആശുപത്രിയിലെത്തിയത് പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നതിനാലാണ്. അല്ലാതെ ചെന്നൈക്ക് പോകണമായിരുന്നുവെന്ന് വിജയെ പരിഹസിച്ച് സെന്തിൽ ബാലാജി ചോദിച്ചു. വിജയ് പ്രസംഗ സ്ഥലത്ത് നേരത്തെ എത്തിയിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും സെന്തിൽ ബാലാജി. ജനറേറ്റർ റൂമിൽ പോയി யார் ஆஃப் பண்ணிருப்பா? அந்த இடங்கள்ல நடக்கக்கூடிய இடங்கள்ல அப்படி இருக்கக்கூடிய ஒரு 10,000 பேரோ இல்ல 15,000 பேரோ 20,000 பேரோ 25,000 பேரோ இருக்கட்டும், அவ்வளவு பெரிய கூட்டங்களுக்குள்ள போய் நீங்க சொல்ற மாதிரி ஒருத்தரோ 5 பேரோ 10 பேரോ പോയി അത് மாதிரி ഒരു അസാധാരണ സൂழ்நிலை ഉരുവാക്ക முடியுமா? N ആനന്ദിനെ ഉടൻ പിടികൂടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടന്നത്. ഒളിവിലുള്ള ആനന്ദിനായി സേലത്തും ഏർക്കാടും ചെന്നൈയിലും തെരച്ചിൽ നടന്നുണ്ട്. കരൂരിലെ പരിപാടിയുടെ ദൃശ്യങ്ങൾ കൈമാറാൻ TVKയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഢാലോചന തള്ളുന്ന തരത്തിൽ വിജയിയും പ്രവർത്തകരും പരിപാടിയുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വീഡിയോ സർക്കാർ പുറത്തുവിട്ടു. എന്നാൽ ഈ വീഡിയോ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ വിമർശനം. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.